യാത്രയിലാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് പറവൂരിലേക്കാണ്. എക്സ്പ്ലോർ പറവൂർ എന്നുള്ള നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ആണിത്, ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് പറവൂരിൻ്റെ സെൻറ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഈ കാണുന്ന കോട്ടപ്പുറം പാലമാണ്. അപ്പോൾ ഈ കോട്ടപ്പുറം പാലം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പറവൂരിൻ്റെ അതിർത്തിയായ മൂത്തകുന്നം കൊടുങ്ങല്ലൂരിലെ തൊട്ടടുത്ത പ്രദേശമാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ നമുക്കൊരു ഗവൺമെൻറ് ക്ലിനിക്ക് കാണാം. നമുക്ക് സാമൂഹിക ആരോഗ്യ കേന്ദ്രം, വളരെ നല്ല സർവീസ് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത്. അങ്ങനെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്, ഈ ഒരു ഭാഗത്തിൻ്റെ തന്നെ ഒരു അടയാളമാണ് ഈ അമ്പലവും സ്കൂളും ഇതിനോട് ചേർന്നുള്ള ഒരു ചെറിയ കുളവും. ഇതിനോട് തൊട്ടടുത്ത് കൂടിയാണ് NH66 കടന്നു പോകുന്നത്. പണ്ടത്തെ NH17 ചില ഭാഗങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ NH17 എന്നുള്ള പേരുണ്ടോയെന്ന് പറഞ്ഞുകൂടാ. അവിടെയാണ് ഈ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു കോമ്പൗണ്ടിൽ ഒരു സ്കൂളും ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്കൂൾ വരുന്നത്. മതിൽക്കെട്ടും കാര്യങ്ങളൊന്നുമില്ല, അതിനോട് ചേർന്ന് തന്നെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ മറ്റൊരു പടിപ്പുര കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണ് പറവൂരിലോട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആറ്റം ഭാഗം വരെ പോയി നോക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു കനാലുണ്ട്. കനാലിൻ്റെ അപ്പുറം ഗോതുരുത്തും ഇപ്പുറം മൂത്തകുന്നവുമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറവൂർക്ക് പോകുന്നത് മൂത്തകുന്നം കയറിയിട്ട് അതുവഴി ഗോതുരുത്ത് വഴിയാണ് നമ്മൾ പറവൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് കടവ് വരുന്നത്. ഈ കടവിൻ്റെ അപ്പുറം ഗോതുരുത്താണ്. നമുക്ക് പള്ളി ഇവിടെ നിന്നാൽ കാണാം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് 2023 23 തോന്നുന്നു, ഡോക്ടേഴ്സ് മരിച്ചിരുന്നു വെള്ളത്തിൽ വണ്ടി വീണിട്ട്. ആ ഭാഗം ഇപ്പോൾ കെട്ടി അടച്ചിട്ടുണ്ട്. അത് ഈ കനാലിലാണ് വീണത്. അവർ വഴി തെറ്റി ഗോതുരുത്ത് വഴി വരുന്ന സമയത്താണ് അവർ ഈ കനാലിൽ വീണത്. അപ്പോൾ പെട്ടെന്ന് രാത്രി പരിചയമില്ലാത്തവർക്ക് ഒട്ടും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ കടവും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ മൂത്തകുന്നം പറഞ്ഞ സ്ഥലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ കറങ്ങിയാണ് വരുന്നത്. പാർട്ട് 1 ഇതിലെ ഗോതുരുത്ത് വഴി പോയി പറവൂർ കവർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ മാലിയങ്കരയും കൂടി ഒന്ന് കവർ ചെയ്യും. കാരണം പറവൂരിനോട് തൊട്ടടുത്ത പ്രദേശം ആണ് മാലിയങ്കര. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അമ്പലം പരിസരം പറവൂരിൻ്റെ സെൻട്രൽ ഏരിയകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകേണ്ട സമയമായി. കാരണം നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്യാൻ നല്ലൊരു സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. മഴ പെയ്ത് തീരുമ്പോഴത്തേക്കും നമുക്ക് പറവൂർ ഭാഗത്ത് എത്തേണ്ടതുണ്ട്. അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള പ്രദക്ഷിണ വഴികളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ചെരുപ്പിട്ട് പ്രവേശനമില്ല. സ്കൂളിൻ്റെ വണ്ടികളെല്ലാം ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു കോമ്പൗണ്ടാണിത്. ഇതിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള കുളത്തിൽ കുറച്ച് ആളുകൾ കുളിക്കുന്നുണ്ടായിരുന്നു. ആ കോളേജ് വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. ഇതിനോട് ചേർന്നിട്ട് തന്നെ മറ്റൊരു ചെറിയ സ്കൂളും കൂടി ഉണ്ട്, LP സ്കൂളാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ മുന്നിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന വണ്ടികളും കൂടി ഇവിടെ കിടപ്പുണ്ട്. മാത്രമല്ല ഇവിടെ കുളിക്കാൻ വന്ന ആളുകളുടെയും വണ്ടിയുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ സമയം കഴിഞ്ഞതിനാൽ ആ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അത് ക്ലിയറായിട്ട് അത് കവർ ചെയ്യേണ്ട കാര്യം നമുക്ക് വന്നിട്ടില്ല. അകത്ത് കയറാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മഴ പെയ്യുന്നതിന് മുമ്പ് നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഗോതുരുത്ത് പാലമാണ് ഈ കാണുന്നത്. ഗോതുരുത്തിലോട്ട് പോകുന്നതിന് മുമ്പുള്ള പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരുവിധം നല്ല കാറ്റ് തന്നെ വീശുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ നേരെ ഇപ്പുറത്തെ കരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട മൂത്തകുന്നം അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ കരയാണ്. നിങ്ങൾക്ക് ഈ ബാരിക്കേഡ് കാണാമല്ലോ. ഈ ബാരിക്കേഡ് ആ ഡോക്ടർമാരുടെ ആക്സിഡൻറ്റിന് ശേഷം വെച്ച ബാരിക്കേഡാണ്. അപ്പോൾ അവർക്കിത് കാണാൻ സാധിച്ചില്ല. അന്ന് ആ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കാറ് നേരെ ഈ പുഴയിലോട്ട് മറിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഡോക്ടർമാർ മരിച്ചിരുന്നു. അപ്പോൾ ഇതിനോട് തൊട്ടടുത്ത് ചേർന്നിട്ട് തന്നെ ഒരു ഇതുണ്ട്, എന്താ പറയുന്ന ചവിട്ടുനാടൻ കളിക്കുന്ന സ്ഥലം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ വോളിബോളിൻ്റെ ഒരു ഇതും കൂടി അവിടെ കണ്ടു. നമ്മൾ വോളിബോൾ കളിക്കുമ്പോൾ ഇവിടുന്ന് നെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കനാല് പെരിയാർ കൊടുങ്ങല്ലൂർ കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കനാലാണിത്. അപ്പോൾ ഇതിലൂടെ തന്നെ പറവൂർക്കുള്ള ഒരു ആക്സസ് ഉണ്ട്. പറവൂർ മാർക്കറ്റ് പരിസരത്തേക്കുള്ള ആക്സസ് ഉണ്ട്. നിങ്ങൾ ഈ സ്ഥലം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇത് മനസ്സിലാവുന്നുണ്ടോ?
തണ്ണീർമത്തൻ ദിനങ്ങളിൽ സിനിമ ഷൂട്ട് ചെയ്ത് ഈ സ്കൂളിൽ വെച്ചിട്ടാണ്, ഗോതുരുത്ത് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അങ്ങനെ അവർ തണ്ണിമത്തൻ ജ്യൂസ് കഴിക്കാൻ ഇറങ്ങി വരുന്ന സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ സാറായ രവി പത്മനാഭൻ കയറിപ്പോകുന്ന സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുള്ളൂ. ആ തണ്ണിമത്തം കുടിച്ച കടയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിലാണ് പ്രേമം സിനിമ ഷൂട്ട് ചെയ്തത്. പ്രേമം സിനിമയിൽ മലർ മിസ്സിനെ ജോർജ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു സീൻ ഈ ആലിൻ്റെ അടുത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഭാഗമൊക്കെ സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തത്. പാലിയം കോവിലകമാണ് നമ്മൾ ഈ പോകും വഴി കാണുന്നത്. പക്ഷേ ഈ കോവിലകത്ത് മനഃപൂർവ്വം കയറാഞ്ഞതാണ്. കാരണം അവിടെ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. നമ്മൾ വെറുതെ കയറിയിട്ട് കാര്യമില്ലല്ലോ. പോകും വഴി തന്നെയാണ് ചേന്ദമംഗലം എത്തുന്നത്. ചേന്ദമംഗലം പാലിയം അമ്പലമാണിത്. അപ്പോൾ ഇത് പാലിയം ദേവസ്വത്തിൻ്റെ കീഴിലായതിൻ്റെ പേരിൽ ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. നമ്മുടെ ഗവൺമെൻറ് ദേവസ്വം ബോർഡിൻ്റെ അല്ല, പാലിയം ദേവസ്വത്തിൻ്റെയാണ് ഇത്. അങ്ങനെ അവരവിടെ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മളവിടെ ചേന്ദമംഗലം കവലയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്ററുകളിലൊന്ന്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് കയറി നമ്മൾ നേരെ പറവൂർക്ക് പോവുകയാണ്. നമ്മൾ ഈ കാണുന്നത് പറവൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു കൈരളി തിയേറ്ററാണിത്. അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയാണ് ഉടമസ്ഥതയിലാണ് ഈ തിയേറ്റർ ഉള്ളത്. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയം ടർബോ സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് തൊട്ട് ചേർന്നൊരു സ്കൂളുണ്ട്. അപ്പോൾ കാറൊക്കെ കിടക്കുന്ന വഴി പോയി കഴിഞ്ഞാൽ പറവൂർ സെൻറ്റർ ഒന്ന് ചുറ്റി വരാം നമുക്ക്. അപ്പോൾ ഇത് KSRTC പോകുന്ന വഴിയാണ്, തൊട്ടടുത്താണ്. ഇവിടെ ചേർന്ന് തന്നെ ചെറിയൊരു അമ്പലം കാണാം. കൊടുങ്ങല്ലൂർ പോലെ തന്നെയാണ് പറവൂരും ഏകദേശം. അടുത്തടുത്ത് അമ്പലങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ പാർക്ക് പക്ഷേ വൈകുന്നേരമേ ഓപ്പൺ ആവുള്ളൂ. ഞാൻ ചെന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് അകത്ത് കയറാൻ പറ്റുമെന്നറിയാൻ. പക്ഷേ ആ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പുറത്ത് പോയേക്കാണെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടി നമ്മൾ പുറത്ത് നിന്ന് അകത്ത് കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഹൈജീനായിട്ടുള്ളൊരു പാർക്കാണിത്. ഒരുപാട് ആളുകൾ ഞായറാഴ്ചയൊന്നും ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല നമുക്ക്. കാരണം അത്രയധികം വണ്ടികളും ആളുകളും ഈ പാർക്ക് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കും. ഇവിടെ സൈനികർക്കായിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപം ഉണ്ട്. അപ്പോൾ എക്സ് സർവീസ്മെൻ എന്തുകൊണ്ട് ഇവർ ഈ പാർക്ക് പണിതിരിക്കുന്നത്, അവർ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് കാണുന്നത് നിങ്ങൾ ആ നേരെ കാണുന്ന ഒരു പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്, അതൊക്കെ ഈ ഭാഗത്തിൻ്റെ തന്നെ ഒരു അടയാളമാണ്. അപ്പോൾ പറവൂർ വരുമ്പോൾ ചുറ്റി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇത് പാർക്കിൻ്റെ ഉൾവശം കേട്ടോ. ഞാനത് സൈഡിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ്. നമുക്കിത് റോട്ടിൽ നിന്നും കാണാവുന്നൊരു പാർക്ക് തന്നെയാണ്. ഇത് അകത്തൊക്കെ നമുക്ക് കാണാം. അപ്പം ഇനി കുറച്ചങ്ങോട്ട് നടന്നാൽ ഏകദേശം പെരുവാരം എന്ന് പറയും, എറണാകുളം റൂട്ട് പോകുന്ന ബസ് പോകുന്ന റൂട്ടിലോട്ട് നടന്നാൽ അവിടെ 2-3 അമ്പലങ്ങളുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പറവൂർ ഒരുപാട് അമ്പലങ്ങളുണ്ട്. സെൻറ്ററിനോട് ചേർന്നിട്ടും അകലെയൊക്കെ ആയിട്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് പറവൂർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണാനോ നമുക്കൊരു വീഡിയോ ചെയ്യാനോ സാധിക്കില്ല. കാരണം ഒന്നാമത് മഴയും കൂടിയാണ്. മാത്രമല്ല ചെയ്യുന്ന സമയത്ത് ഒരുവിധം വിഷ്വലെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നതിൻ്റെ പേരിലാണ് ഇത് പാർട്ട് 1 ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, പിന്നെ ഒരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 അമ്പലങ്ങൾ ഒരു തൊട്ടടുത്തടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ റോഡ് പോകുന്ന നേരെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. നമ്മൾ തിരിച്ച് നമ്മൾ പറവൂർ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ ഇനി പോകുന്നത് KSRTC പരിസരത്തോട്ടാണ്. ഞാൻ പറവൂരിലെ KSRTC സ്റ്റാൻഡ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ അടുത്ത ഭാഗത്ത് കാണുന്ന സ്കൂളാണ്. ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് KSRTC പരിസരത്തോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ നീല ബസ് കാണുന്നില്ലേ വലത്ത് ഭാഗത്ത്, അവിടെ പ്രൈവറ്റ് ബസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സ്റ്റാൻഡല്ല കേട്ടോ, പ്രൈവറ്റ് ബസ്സിന് സ്റ്റാൻഡല്ല. പക്ഷേ അവിടെ ബസ്സുകൾ വന്ന് ഒന്ന് കറങ്ങി ആളുകളെ എടുത്തും ഇറക്കിയൊക്കെ പോകാറുണ്ട്. ഇത് കാണുന്നത് KSRTCയുടെ അടുത്തുള്ള പമ്പാണ്. നിങ്ങൾ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കാണുന്നത്. തൊട്ടടുത്ത് ഒരമ്പലവും അതിനോട് ചേർന്ന് KSRTC
KSRTC സ്റ്റാൻഡും കാണാം. തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടാവും. അതിനോട് പിന്നിലായിട്ട് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് വടക്ക് ഭാഗത്തായിട്ട് ഇതാണ് KSRTC സ്റ്റാൻഡ് വരുന്നത്. പറവൂരത്തെ KSRTC സ്റ്റാൻഡാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പറവൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഉണ്ട് വരണം. അപ്പോൾ വൈകുന്നേരം ഉണ്ടോ ആ അമ്പലമൊക്കെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അത് പറവൂരിൽ തന്നെ കുറച്ച് ഉള്ളിലായിട്ടാണ്, സിറ്റിയിൽ തന്നെ കുറച്ച് ഉള്ളിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. KSRTC സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഒരു വഴിയുണ്ട്, വടക്കോട്ടൊരു വഴിയുണ്ട്. ആ വഴി പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു അമ്പലം കാണാൻ സാധിക്കുക. അപ്പോൾ കനാൽ റോഡ് എന്നാണ് ഈ റോഡിനെ പറയുന്നത്, കനാൽ റോഡ് എന്നാണ്. ഈ കനാൽ റോഡിൽ തന്നെയാണ് ഈ അമ്പലം നമുക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് കേട്ട അമ്പലം ആട്ടോ ദക്ഷിണ മൂകാംബിക. ഈ അമ്പലത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന അമ്പലമാണ്. ഇപ്പോൾ ലോക്കൽ ആളുകളെക്കാളും കൂടുതൽ ദൂരമുള്ള ആളുകളും വരുന്നുണ്ട്. അവർക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്നതിൻ്റെ പേരിൽ വിശേഷ അവസരങ്ങളിൽ മാത്രമേ നമ്മുടെ ലോക്കലായിട്ടുള്ള ആളുകൾ കൂടുതൽ വരുള്ളൂ. പക്ഷേ ദൂരെ കിടക്കുന്നവർ ഇതിൻ്റെ പേരും പ്രശസ്തിയൊക്കെ അറിഞ്ഞിട്ട് കാണാൻ വരുന്ന ഒരു അമ്പലവും കൂടിയാണ് ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ചെറിയൊരു റോഡാണ്, നല്ല റോഡാണ്, കുഴി കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ആ റോഡ് നേരെ ചെന്ന് നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അതിനോട് ചുറ്റി റോഡുണ്ട് കേട്ടോ, ചുറ്റി കറങ്ങി വരാവുന്ന റോഡുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ഒതുക്കിയിട്ട് വേണം ഈ അമ്പലം ഷൂട്ട് ചെയ്യാണ്ട്. ഇപ്പോൾ ഈ അമ്പലമാണ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിലൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ അമ്പലത്തിൻ്റെ വർക്കിംഗ് ടൈമിലല്ലല്ലോ നമ്മൾ വരുന്നത്, അതിൻ്റെ പേരിൽ തന്നെ പുറത്ത് നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ക്യാമറ എത്തിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആലിൻ്റെ അവിടെ നമ്മൾ വണ്ടി ഒതുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു കുളത്തിൻ്റെ വർക്കൊക്കെ കാണാം കേട്ടോ. കുളം ഒരു എന്താ പറയുക സൈഡൊക്കെ കെട്ടി വൃത്തിയാക്കുന്ന വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുടുംബസംഗമം നടന്നതിൻ്റെ ഒരു പന്തൽ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അമ്പലം പൂട്ടിയിട്ടേക്കാണ്, താഴോട്ട് പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആക്സസ് ഇല്ല നമുക്കിപ്പോൾ. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അമ്പലം വരുന്നത്. നമ്മുടെ പറവൂർ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ മൂകാംബിക ക്ഷേത്രം വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗണപതി അമ്പലവും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഭക്തരായിട്ടുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ പറവൂർ ഇഷ്ടം പോലെ, അതായത് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇൻ്റർലോക്ക് വിരിച്ച റോട്ടിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ പോയി വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഗണപതി ക്ഷേത്രം കൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അകത്ത് കയറാനായിട്ട് ആരും ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അകത്ത് കയറി ചുറ്റുവട്ടം ഒന്ന് ഷൂട്ട് ചെയ്യാമായിരുന്നു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇനി ഗണപതി അമ്പലം കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വരുന്ന ഗണപതി അമ്പലം. ഇതിനോട് തൊട്ടടുത്തുള്ള അമ്പലമാണ്, അമ്പലത്തിനോട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഏകദേശം ഒരു കോമ്പൗണ്ട് ആയിരുന്നിരിക്കണം, കാരണം അമ്പലക്കുളത്തിനോട് ചേർന്നിട്ട് തന്നെയാണ്. പിന്നീട് റോഡ് കാര്യങ്ങളൊക്കെ ഡെവലപ്പായപ്പോൾ മാറിയതായിരിക്കണം, അല്ലാതെ ഇത്രയും അടുത്ത് വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നമ്മുടെ കൊടുങ്ങല്ലൂരും ഇതേപോലെ തന്നെ കേട്ടോ, ഒരുപാട് അമ്പലങ്ങളുണ്ട്. എന്താ പറയുക, അടുത്തടുത്ത രീതിയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അത് ഞാൻ എക്സ്പ്ലോർ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു. പറവൂർ ഭാഗത്ത് ഒരുവിധം ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇടത് ഭാഗത്ത് കാണുന്നത്. പത്തായം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരെ ചെന്ന് കയറുന്നത് പറവൂർ സെൻറ്ററിലോട്ടാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ റോട്ടിൽ സെൻറ്ററുണ്ട്, പറവൂർ റോഡുകളിൽ സെൻറ്ററുണ്ട്. അത് കഴിഞ്ഞിട്ട് KSRTC സ്റ്റാൻഡിൻ്റെ പരിസരമുണ്ട്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡല്ല, മുനിസിപ്പൽ പാർക്ക് പരിസരമുണ്ട്. അപ്പോൾ റോഡുകൾ തന്നെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാമല്ലോ. അപ്പോൾ മെയിൻ റോഡിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് വലത്തോട്ട് ഞാൻ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഷെയ്ക്ക് വരുന്നത് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ മാക്സിമം ജോലി എടുക്കുന്നുണ്ട്, സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം അത്രയും ഷെയ്ക്ക് എന്തായാലും സ്ക്രീനിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് സിവിൽ സ്റ്റേഷൻ പരിസരം കഴിഞ്ഞ് നമ്മൾ പറവൂരത്തെ കോടതി ഞാൻ കാണിച്ചുതരാം. കോടതി, പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, ഇതൊക്കെ ഏകദേശം ഒരു കോമ്പൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് പറവൂർ കോടതി വരുന്നത്.
വരുന്നത്. അപ്പോൾ പറവൂർ കോടതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സ്പെഷ്യലായിട്ട് എന്താ പറയുക, സ്പെഷ്യൽ ബിൽഡിംഗ് ഒക്കെയാണ്. നല്ല രസമാണ് ആ ബിൽഡിങ് കാണാൻ. പോയാൽ ആ ബിൽഡിങ് കണ്ടിരുന്നാൽ തന്നെ നേരം പോവും. അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് ഞായറാഴ്ചയാണ്. അതിൻ്റെ പേരിൽ തന്നെ കോടതി ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ എന്നാലും ഒരുപാട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിൽഡിങ് കണ്ടില്ലേ, അപ്പോൾ പഴയ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബിൽഡിങ് ഒരു 2 സിനിമയിലെന്തോ ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിൽഡിംഗ് ഒരു കോടതിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഇനി ഞാൻ ജസ്റ്റ് എക്സൈസിൻ്റെ ഓഫീസ് കാണിച്ചു തരാം. ഈ കാണുന്ന എക്സൈസ് ഓഫീസാണ്. അപ്പോൾ ഇത് നിലനിൽക്കുന്നത് പറവൂർ സെൻറ്ററിലാണ്. അപ്പോൾ പറവൂർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി സിവിൽ സ്റ്റേഷൻ, കോടതി പരിസരം, പോലീസ് സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, മാത്രമല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇനി പടിഞ്ഞാട്ട് പോകണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ മുനിസിപ്പൽ മറ്റേ ടൗൺ ഹാളില്ലേ, അതും കൂടിയുണ്ട്. മാത്രമല്ല ഒരുപാട് കടകൾ നമുക്ക് ഇരുവശത്തായിട്ട് കാണാൻ സാധിക്കും. നല്ലൊരു ഷോപ്പിങ്ങിനുള്ള സ്പോട്ടും കൂടിയാണ് പറവൂർ. അപ്പോൾ പറവൂർ സെൻട്രലിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ബസ് വരുന്നത് കണ്ടില്ലേ, ഈ ബസ് വരുന്ന സ്ഥലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള കടകളാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. ഇനി തൊട്ടടുത്ത് തന്നെയാണ് പറവൂർ ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ്. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാവുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ KSRTC പരിസരത്തോട്ട് പോയത്. നമ്മളിവിടുന്ന് നേരെ വളച്ച് പോകുന്നത് ഇനി പറവൂർ പള്ളികളുണ്ട്. ഏത് പള്ളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പള്ളിയുണ്ട്. ഫസ്റ്റ് ക്രിസ്ത്യൻ ചർച്ചുണ്ട്. അതുകൂടാതെ സുറിയാനി ചർച്ചുണ്ട്. അപ്പോൾ സുറിയാനി ചർച്ച് ഞാൻ ഇപ്പോൾ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച് നമുക്കിപ്പോൾ തന്നെ കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് പറവൂർ ടൗണ്. നമ്മൾ നേരെ പോവുകയാണ്. ഇനി നേരെ പോയിട്ട് ഏകദേശം പടിഞ്ഞാട്ട് യാത്ര ചെയ്യുക. പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ മുന്നിലാണ്. ടൗൺ ഹാളിൻ്റെ മുന്നിൽ ഒരു T റോഡാണ് വരുന്നത്. ഇടത് ഭാഗത്തേക്ക് പോയാൽ എറണാകുളവും വലത് ഭാഗത്തേക്ക് പോയാൽ കൊടുങ്ങല്ലൂരുമാണ് റൂട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇനി പള്ളിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു തമിഴ് ശൈലിയിലുള്ള ഒരു അമ്പലമാണ് കാണുന്നത്. മാരിയമ്മൻ കോവിൽ അങ്ങനെ എന്തോണ് ഇതിൻ്റെ പേര് വരുന്നത്. അങ്ങനത്തെ ഒരു അമ്പലം കൂടി നമ്മളിപ്പോൾ പോകുന്ന വഴിക്കുണ്ട്. ഒരു 1 വേ റോട്ടിലുണ്ട്. ഇപ്പോൾ ബസ്സൊക്കെ തിരിഞ്ഞ് പോകുന്നതും കാറൊക്കെ വടക്ക് ഭാഗത്തേക്ക് പോകുന്നതും ആ വഴിയാണ് പോവുക. അപ്പോൾ അവിടെ 1 വേ റോട്ടിൽ ഇതേപോലെ തന്നെ ശൈലിയിൽ ഒരമ്പലമുണ്ട്. നല്ലൊരു തമിഴ് ശൈലിയിലുള്ള അമ്പലമാണ്. അതും ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൊടുങ്ങല്ലൂരിലാണെങ്കിൽ TKS പുരം, ശൃംഗപുരം ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഒരു അമ്പലങ്ങളുണ്ട്. ഫുള്ള് തമിഴ് ശൈലിയിൽ പണി കഴിപ്പിച്ച അമ്പലങ്ങൾ. അപ്പോൾ നമ്മുടെ മുന്നിലൊരു പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിനെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്കിനി പോകാനായിട്ട്. അപ്പോൾ ആ ബസ് പോയിരിക്കുന്നത് എറണാകുളം ഭാഗത്തേക്കാണ്. നേരെ മുന്നിൽ കാണുന്നത് മുനിസിപ്പൽ ടൗൺ ഹാളാണ് കാണുന്നത്. അപ്പോൾ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ മുന്നിൽ കൂടി ഇപ്പോൾ ടൗൺ ഹാൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പാർട്ട് 1-ലല്ല പാർട്ട് 2-ലാണ് അത് കവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സുറിയാനിപ്പള്ളിയാണ്. ഒരു വിശുദ്ധ ഭാവ അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ നമ്മൾ കണ്ടിരുന്നു, കാണിക്കവഞ്ചി കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് സുറിയാനി ചർച്ചാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റത്തെ ചർച്ച്. അപ്പോൾ മുസ്ലിസിലെ ഫസ്റ്റത്തെ ചർച്ചായ സെൻറ്റ് തോമസ് വന്നിറങ്ങിയതും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകളാൽ കൊത്തിയെടുത്ത കൽക്കുരിശുള്ള പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇടതേ ഭാഗത്ത് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അമ്പലം. അപ്പോൾ അമ്പലങ്ങൾ അതിൻ്റെ പേരിൽ ടൈമുണ്ട്, നമുക്ക് അകത്തേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. ഈ അമ്പലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മൊത്തമൊരു തമിഴ്നാട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ തമിഴ് നിവാസികൾ കൂടുതലായിട്ട് താമസിക്കുന്ന ഏരിയയിലും ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലും പറവൂർ ഭാഗങ്ങളിലും പണ്ട് മുസ്ലിംസ് ആയിരുന്ന സമയത്ത് വന്ന ആളുകൾ ഇപ്പോഴും അവരുടെ അതേ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1349 തോന്നുന്നു പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയം വരെയും കൊടുങ്ങല്ലൂരും പറവൂരും വെവ്വേറെ പ്രദേശങ്ങളായിരുന്നില്ല, ഒരേ പ്രദേശങ്ങളായിരുന്നു. പിന്നീടാണ് പുഴ
മാറി ഒഴുകിയിട്ട് ഇത്രയും ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇതൊരു വൺ വേ റോഡാണിത്. പറവൂർ സെൻറ്ററിൽ നിന്നും വടക്കോട്ട് പോകുന്ന പാലത്തിലൂടെ, അതായത് വടക്കേക്കര പാലത്തിലോട്ട് പോകുന്ന വൺ വേ റോഡാണിത്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളിയുള്ളത്. അപ്പോൾ സെൻറ്റ് തോമസ് വന്നിറങ്ങുകയും പള്ളി പണിയാൻ അനുവാദം കൊടുക്കുകയും ആദ്യകാല വിശ്വാസികളെ മറ്റേ മാമോദിസ മുക്കണ ചടങ്ങുണ്ടല്ലോ അത് മുക്കിയതുമായിട്ടുള്ള പള്ളി. അപ്പോൾ ആ പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇത് മാത്രമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിരുന്നു. അത് ഞാൻ ചോദിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. AD 52 തോമാസ് ലീഹ വന്നിറങ്ങുന്നത്. അതേ തുടർന്ന് അദ്ദേഹത്തിന് മതപ്രബോധനത്തിനും പള്ളികൾ പണിയാനുള്ള അനുവാദം ഭരിച്ചിരുന്ന ആളുകൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം മാമോദിസ മുക്കിയ സമയത്ത് എന്തോ ചലഞ്ചസ് വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയായിട്ട് കാണിച്ചതാണ് വെള്ളം മുകളിലോട്ട് എറിഞ്ഞപ്പോൾ വെള്ളം ഫ്രീസായി നിന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആ പള്ളി വരുന്നത്. പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മതിൽ ആനമതിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം ആനപ്പുറത്തിരുന്നാൽ പോലും അത് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഹൈറ്റുണ്ട്. അത് ഇത്രത്തോളമേ ഉള്ളൂ. കാരണം പഴയ പള്ളി പരിസരം വരെ അതേ ഉള്ളൂ. അതിന് ശേഷം വന്നത് പുതിയ പള്ളിയാണ്. ഈ പള്ളിയാണെങ്കിൽ അസാധ്യ ഒരു ഹൈറ്റുള്ള പള്ളിയാണ്. അകത്തും അതേപോലെ തന്നെ ഹൈറ്റ് ഉണ്ട്. ഡബിൾ ഹൈറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഹൈറ്റുള്ള പള്ളിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരാൻ. കാരണം ഞാനിവിടെ കണ്ടിരുന്നു എന്തോ ഫംഗ്ഷൻ ഇവിടെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ വണ്ടിയും കൊണ്ട് കയറുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ വേറെ സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ട് നമ്മൾ പള്ളി കാണാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിലായിരിക്കണം ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കൊള്ളിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് പള്ളി. ഈ പള്ളിയുടെ തൊട്ട് മുന്നിലൂടെയാണ് NH17 കടന്നു പോകുന്നത്. അപ്പോൾ ഈ NH17 നിന്ന് കുറച്ച് വടക്കോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ നിർദ്ദിഷ്ട NH66 വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഈ ഒരു പള്ളിക്കൊന്നും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരില്ല. കാരണം ചരിത്ര സ്മാരകങ്ങളാണല്ലോ. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യവും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പം ഞാൻ ആദ്യം വന്ന വശം പള്ളിയുടെ അകത്ത് കയറിയിരുന്നു. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയപ്പോൾ കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥനാഗീതങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചു. അതിൻ്റെ അകത്ത് ഒരപ്പച്ചൻ, അദ്ദേഹം റിട്ടയർ എന്തോ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അത് കൂടാതെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടും ചോദിച്ച് ഞാൻ കൺഫേം ചെയ്തു. അപ്പോൾ AD 52 പണിത പള്ളിയാണ് പിന്നിൽ. തൊട്ട് മുന്നിൽ അതിന് ശേഷം പണിത പള്ളിയാണ്. അത് കൂടാതെ ഇവിടെ മ്യൂസിയം ഒരെണ്ണം നിർമ്മാണത്തിലിരിപ്പുണ്ട്. ആ മ്യൂസിയത്തിൽ ഈ വക കാര്യങ്ങൾ, അതായത് വിശുദ്ധ തോമാസ് ലീഹയുടെ അത്ഭുത പ്രവൃത്തികൾ അവിടെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം വരുന്നത്. ഇത് പുതിയ പള്ളിയാട്ടോ. പഴയ പള്ളിയിലോട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ പുതിയ പള്ളി ഞാൻ കാണിച്ചു തരാം. ഈ തൂണ് കണ്ടില്ലേ, ഒരാൾ കെട്ടിപ്പിടിച്ചാൽ പോലും അത് എത്താത്ത രീതിയിൽ വലിപ്പമുള്ള തൂണാണിത്. മാത്രമല്ല ഈ തൂണ് കരിങ്കല്ലാണ്. കോൺക്രീറ്റോ മറ്റേ സുർക്കിയോ കുമ്മായ അങ്ങനെ സംഭവമൊന്നുമല്ല. ഇതിൻ്റെ ഫാൻ കണ്ടോ നിങ്ങൾ? ഫാൻ കാണുമ്പോൾ തന്നെ ഏകദേശം ഇവിടെ വരുന്ന ആളുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്രമാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്ന്. അത്രയും വലിയ ഫാനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കസേരകളൊക്കെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അൽത്താരയിലല്ല, ഇതിൻ്റെ ബാക്കിലെ പള്ളിയിലെ അൽത്താരയിലാണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. സെൻറ്റ് തോമസിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒട്ടുമിക്കവാറും സമയത്ത് ഏതെങ്കിലും ഇപ്പോൾ ഫാമിലിപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് എന്തെങ്കിലും പ്രാർത്ഥന കാര്യങ്ങളുണ്ട്. ഞായറാഴ്ച ആണല്ലോ, അതെന്തായാലും ഉണ്ടാവും. ഇവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ, വീഡിയോ പോസ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പതുക്കെ ഇത് കവർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിവിടെ കാണാനുള്ളത് തിരുശേഷിപ്പ്, അദ്ദേഹം സ്വന്തം കൈ കൊണ്ട് അദ്ദേഹം കൊത്തിയെടുത്ത കൽക്കുരിശ്, മാമോദിസ മുക്കിയ കുളം, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് ഹിന്ദിക്കാർ ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ച് എന്നോട് ചോദിച്ച് നടപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ഹിന്ദിക്കാരായിരുന്നില്ല. കാരണം ഈ ഒരു ലാംഗ്വേജ് നമ്മുടെ സുഹൃത്തിൽ കേൾപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞത് അത് മറാഠിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ഹിന്ദി എനിക്ക് മനസ്സിലാവേണ്ടതായിരുന്നു. അപ്പോൾ ഇതാണ് പഴയ പള്ളി. AD 52
നിർമ്മിച്ച പള്ളിയാണിത്. അപ്പോൾ അന്നിങ്ങനെ ആയിരിക്കില്ല, രൂപം ഇങ്ങനെ ആയിരിക്കില്ല, എന്തായാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് കൂടി പറ്റിയിരുന്നു. ഇത് നേർച്ച കുറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. ഞാനിത് വിളക്ക് കാലമാണെന്നാണ് ഞാൻ കരുതിയത്. ഇത് പള്ളിയുടെ മതിലാണ്. അപ്പോൾ ഇതാണ് ആദ്യകാല മതിൽ. അതുമാത്രമല്ല, ആദ്യകാല ബോർഡും ഇവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവരൊന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ മതിൽ പോലും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഇത്രയും കാലഘട്ടമൊക്കെ ആയില്ലേ, ഈ പൊളിഞ്ഞ് പോകേണ്ട സമയമൊക്കെ ആയി, പക്ഷെ അവരത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോർഡ് വരുന്നത്, പള്ളിയിൽ ഫസ്റ്റ് ബോർഡ്. അത് 752 ബോർഡല്ല കേട്ടോ, അതിന് ശേഷമൊക്കെ വന്ന ബോർഡാണ്. പള്ളിയുടെ ബോർഡ് അതായിരുന്നു. ഇൻ്റർലോക്ക് വിരിച്ച് നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇപ്പോൾ ഈ മഴ പെയ്തതിൻ്റെ പേരിലായിരിക്കണം ഇത്രയും ഇലകൾ, അല്ലെങ്കിൽ നല്ല ക്ലീനായി കിടക്കുന്ന സ്ഥലമാണ്. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന പള്ളി കൂടിയാണ്. അപ്പോൾ പള്ളിയുടെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ മാമോദിസ മുക്കിയ കുളം ഞാൻ കാണിച്ചു തരാം. ആ കുളം ഇപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മ്യൂസിയം നിർമ്മിക്കാനുള്ളൊരു ഇതിലാണ്, പുറപ്പാടിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഇത് കാണിച്ചു തരാം, കരിങ്കല്ലിൽ കൊത്തിയെടുത്തത്. അപ്പോൾ അതറിയാൻ സാധിച്ചത് ഒരു മെത്രാൻ ഉണ്ടായിരുന്നു. ആ മെത്രാൻ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിൽ സ്ഥാപിച്ചിരുന്ന കല്ല് പിന്നീട് വിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം മാത്രം അറിഞ്ഞ കാര്യം കേട്ടോ. ഞാനത് അന്വേഷിച്ചറിഞ്ഞതാണ്, നമ്മൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ മുഖാന്തരം അന്വേഷിച്ചറിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇനി മാമോദിസ മുക്കിയ കുളത്തിലോട്ടാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പുള്ളിക്കാരൻ യൂട്യൂബറാണ്, പക്ഷേ പുള്ളിയും മറാഠിയാണ്, പുള്ളിയും ഹിന്ദിക്കാരനാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിതാവ് എന്നുള്ളത് മാത്രം എന്തോ ഹിന്ദി മനസ്സിലായി നമുക്ക്, ആ ഭാഷ വേറെ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഇതിനോട് ചേർന്ന് പാറ കാണുന്നുണ്ട്. രണ്ട് വശവും പാറയുണ്ട്. പക്ഷേ ഇടതുവശത്ത് കാണുന്ന പാറ എന്തോ കോൺക്രീറ്റ് കൊണ്ട് എന്തോ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് കുളം വരുന്നത്. കുളത്തിൽ മരത്തിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആലാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തോമസ് ലേഹയുടെ ഒരു പ്രതിമ, കൂട്ടത്തിൽ മതം സ്വീകരിക്കാൻ നിൽക്കുന്ന അന്നത്തെ ആളുകളുടെ ഒരു പ്രതിമ കൂടി അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കരയിലായിട്ടാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഒരു കരയിൽ മാമോദിസ മുക്കുന്നതും ഒരു കരയിൽ അത്ഭുത പ്രവൃത്തി കാണിക്കുന്നതുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രതിമ കേട്ടോ. അപ്പോൾ ഒരു സൈഡും രണ്ട് സൈഡിലായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുളം പഴയത് തന്നെയാണ്, അത്രയും കാലത്ത് തന്നെ പഴക്കൊണ്ട് 752 ഉണ്ടായിരുന്ന കുളം തന്നെയാണത്. അപ്പോൾ അതിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഭാഗമാക്കി സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി നമുക്കൊരു പടി കയറിപ്പോകണം. അത് നേരെ കാണുന്ന പടി കയറിക്കഴിഞ്ഞാൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പണി തീർന്നിട്ടില്ല, കാരണം ഇനിയും പെൻഡിങ് ഉണ്ട്, ഒരുപാട് പെൻഡിങ് ഉണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ അത്ഭുത പ്രവൃത്തികളെ ഒരു ദൃശ്യവൽക്കരണം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു അബദ്ധവും പറ്റി. ചെരുപ്പ് ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ ഊരിയിട്ടിട്ടാണ് വന്നത്. അതിൻ്റെ പേരിൽ തന്നെ വഴുക്കണത് ശരിക്കും നമുക്ക് കാലിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ, അത് ചിലപ്പോൾ പണി കഴിയുമ്പോൾ വരുമായിരിക്കാം, ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി സേഫായിട്ട് നമുക്ക് കയറി ഇറങ്ങാമായിരുന്നു. അപ്പോൾ ഞാൻ ആ സീൻ നിങ്ങളെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് മൂടിയിട്ടേക്കാണ്. അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറാൻ നിന്നില്ല. ഇവിടെ നിന്ന് എത്തി നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതാണ്. ഈ കാണുന്നത് പാറയാണെന്ന് തോന്നുന്നു. അത് എത്രമാത്രം ഉള്ള പാറയാണെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഈ കോൺക്രീറ്റ് കൊണ്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചതിൻ്റെ പേരിൽ നമുക്ക് പാറ ചെയ്ത് ഇപ്പോൾ നടത്തിയ നിർമ്മിതി ഒന്നും അറിയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇറങ്ങുന്നത് വഴുക്കലുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ്. നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഇടതുവശത്തുള്ള മതിൽ അവിടെ തന്നെ ഏകദേശം നല്ല പഴക്കം, പള്ളിയുടെ അതേ പഴക്കം തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഡിസൈൻ, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ മതിലിൻ്റെ, ഞാൻ ഫസ്റ്റ് ഒരു മതിൽ കാണിച്ചു തന്നില്ലേ, ഇതാണ് ആദ്യത്തെ മതിലെന്നും പറഞ്ഞ് ആ മതിലിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കണ്ടില്ലേ, ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കവാടം ഇത് പണിത ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ TM ജോസഫ് അവരൊരു മെമ്മറീസിന് വേണ്ടിയിട്ടാണ് പണിതതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാം കേട്ടോ. ഈ പള്ളി ചെറിയ പള്ളിയാണ് കേട്ടോ. AD 52 നിർമ്മിച്ചു എന്നറിയപ്പെടുന്ന, ഏകദേശം ഡിമോളിഷൻ ചെയ്തു. ഏകദേശം അതിൻ്റെ തറയിൽ തന്നെ ആയിരിക്കണം വീണ്ടും പള്ളി കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവുക. ഈ രൂപ ആയിരുന്നിരിക്കില്ല 2052.
അപ്പോൾ ഈ ഒരു വിളക്കിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു സംശയം ഉണ്ടായത്. ഇത് നേർച്ചക്കുറ്റിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഞാനിത് വിളക്ക് വെക്കുന്ന എന്തെങ്കിലും ഒരു സെറ്റപ്പാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പിന്നീട് ഞാൻ അറിഞ്ഞു അത് ഇങ്ങനെ അതൊരു കാണിക്ക വഞ്ചിയായിരുന്നു. അതായത് നേർച്ചക്കുറ്റി. നമുക്ക് ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു ശിലാഫലകമുണ്ട്. ഈ ശിലാഫലകം ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കണേ. ഇതിൽ ഈ പള്ളി എന്നൊക്കെയാണ് നവീകരണത്തിന് വേണ്ടി നവീകരിച്ചത് ഈ ഡീറ്റെയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഈ ഒരു ഫലകത്തിൽ. നമ്മളിത് കേട്ട് നമ്മൾ നേരെ പള്ളിയുടെ അകത്തേക്കാണ് കയറുന്നത് കേട്ടോ. ഒരു ചില്ല് വാതിലൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ ഒരു ഫലകം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മെത്രാൻ്റെ ഖബർസ്ഥാൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു ഇതാണ്, ശിലാഫലകമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മലയാളമാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ നമുക്കത് മനസ്സിലാവത്തില്ല. അത് അറിവുള്ളവർ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. വിളക്കുകാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിളക്കുകാലല്ല, ചുമലിനോട് ചേർന്ന് നിൽക്കുന്ന വിളക്കുണ്ട്. ചെറിയൊരു ചില്ല് വാതിൽ കടന്നിട്ട് വേണം നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ, ഈ ഒരു പള്ളിയുടെ ഉള്ളിലോട്ട് കിടക്കാനായിട്ട്. അപ്പോൾ അധികം പൊക്കമില്ല, നമ്മൾ ആദ്യം കണ്ട പള്ളിയുടെ അത്ര പൊക്കമില്ല. ഒരുവിധം മാന്യമായിട്ടൊരു ഹൈറ്റാണ് ഈ പള്ളിക്കുള്ളത്. മാത്രമല്ല ഇതിൽ സൈഡിലായിട്ട് അൾത്താരയിൽ സ്ഥാപിച്ച അതേപോലത്തെ ഒരു ഫലകം ഇവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വായിക്കാനെന്ന് തോന്നുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതും പോസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാം. ഏതൊരു വിവരണവും ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയുടെ ഫ്രണ്ട് പോർഷനിലോട്ടൊന്ന് പോവാം. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കാണാവുന്നത് നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഒരു അൽത്താരയാണ് കാണാവുന്നത്. മാത്രമല്ല അതിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് അലങ്കാരപ്പണികളും, മാത്രമല്ല ഒരു തിരുസ്വരൂപം എന്നാണ് പറയുക, ഒരു രൂപക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള തിരുസ്വരൂപങ്ങളുണ്ട്. അത് രണ്ട് വശത്തായിട്ടും, വലതുവശത്തും ഇടതുവശത്തുമായിട്ട് തിരുസ്വരൂപങ്ങളുണ്ട്. മാത്രമല്ല നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അൽത്താരയിലോട്ട് ഫേസ് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും വാതിലുകളുണ്ട്. ഇതിൽ വലതുവശത്തേക്ക് നമുക്ക് ആദ്യം ഒന്ന് ഇറങ്ങാം. ഇവിടെ ഒരു ചെറിയ ഒരു കൂട്ടിലായിട്ട് അല്ലെങ്കിൽ റൂം പോലെ ഒരെണ്ണം പണിതിട്ട് അവിടെ ഒരു കുരിശ് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുരിശ് ആദ്യം പള്ളിയുടെ ഭാഗം തന്നെയായിരുന്നു, അതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സ്ഥാപിച്ചതാണത്. അപ്പോൾ ഇതും വളരെ പഴക്കം ചെന്ന കുരിശാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശ് കാണാനായിട്ട് വരുന്നവർക്ക് ഗ്രില്ലിട്ട് കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അകത്തേക്ക് ചിലപ്പോൾ വൈദികന്മാർ മാത്രം, ഇപ്പോൾ പള്ളിയിലച്ചന്മാർ മാത്രം കയറുന്നുള്ളതായിരിക്കും. നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് നമ്മൾ വീണ്ടും പള്ളിയുടെ അകത്തേക്ക് കയറാൻ ഈ ഒരു വാതിൽ മാത്രമാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ വാതിലൂടെ തന്നെ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വടക്ക് ഭാഗത്തേക്ക് കൂടി ഇറങ്ങാൻ സാധിക്കും. പുതിയ പള്ളിയിലോട്ടൊക്കെ നേരെ പോവാം കേട്ടോ. നേരെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പള്ളിയിലോട്ടെത്തും. അപ്പോൾ ഈ വാതിൽ കയറി നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വടക്ക് ഭാഗത്തെത്തും. അതിനു മുമ്പായിട്ട് ഞാൻ പേർഷ്യൻ കുരിശ് എന്നറിയപ്പെടുന്ന തോമസ് ലീഹ സ്വന്തം കൈകൊണ്ട് കൊത്തിയെടുത്ത കുരിശ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ രൂപക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും സെൻറ്റ് തോമസിൻ്റെ ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു രൂപമെന്ന് തോന്നുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ കൽക്കുരിശാണ്. പേർഷ്യൻ കൽക്കുരിശ് എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് വളരെ വിദഗ്ധരായിട്ടുള്ള ആരും കിട്ടിയില്ല എനിക്ക് അഭിപ്രായം ചോദിക്കാൻ. ഞാൻ ഇതിന് ശേഷം ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ആ വീഡിയോ കണ്ട നമ്മുടെ കൂട്ടുകാരെന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ ഒരു ഫലകം കണ്ടില്ല, അൾത്താരയിൽ സ്ഥാപിച്ചിട്ടുള്ളത്, അത് ഈ ഒരു ഫലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് റോസ് മെത്രാൻ കാലം ചെയ്തു. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലായിട്ട് എന്നാണ് ചെയ്തത്, ഇത്ര നാഴിക വിനാഴിക ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ AD 52 തോമസ് ലീഹ സ്ഥാപിച്ച കുരിശാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവർ ലൈറ്റൊക്കെ ഇട്ട് ഒരു കുഴിയിൽ ഇറക്കി വെച്ച് മരത്തിന് പീസുകളൊക്കെ സൈഡിലൊക്കെ അടിച്ചിറക്കി നല്ല സേഫ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പേർഷ്യൻ നിർമ്മിതിയുടെ എല്ലാ ഒരു രൂപവും നമുക്ക് കാണാം. അപ്പോൾ അവിടെ നിന്നുള്ള ഒരാൾ കൊത്തിയതാണെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം AD 52 ആ ഒരു ശൈലി നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ കുരിശിൻ്റെ രൂപമാണ്. അതിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷിലും എഴുതി വച്ചിട്ടുണ്ട്. പേർഷ്യൻ ക്രോസ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൽത്താരയുടെ മുകളിലുള്ള ഒരു സീലിങ്ങിൽ നല്ല ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ,
ഞാൻ ഹിന്ദിക്കാരാണെന്ന് ആദ്യം തെറ്റിദ്ധരിക്കും, പിന്നെ മറാഠികളാണെന്ന് തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കുറച്ച് നേരം കേട്ടുന്നു. നമുക്ക് ഒന്നും മനസ്സിലായെങ്കിലും പിതാവ് എന്നുള്ള വാക്ക് മാത്രം നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ വരുന്ന കപ്പിൾസ് ഞാൻ ഇവരോട് ചോദിക്കാമെന്ന് വെച്ചപ്പോൾ ഇവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവരും നമ്മളെപ്പോലെ തന്നെ എന്നെപ്പോലെ തന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗാർഡനിലായിട്ട് കൽക്കുരിശുണ്ട്, പ്ലസ് വിളക്ക് വെച്ചിരുന്ന തിരി വെച്ചിരുന്ന കൽവിളക്കുണ്ട്. കൽവിളക്കെന്നാണ് എനിക്ക് പറയുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ചുമരുമൊരു ഹോളുണ്ടാവും ഇത്ര പണ്ട്. ആ ഹോളിലോട്ട് കയറ്റി വെക്കും. കഴുകാൻ നേരത്ത് മാത്രം പുറത്തെടുത്ത് വൃത്തിയാക്കി കഴുകിയിട്ട് തിരിച്ചു വെക്കും. നേരത്തെ കാണിച്ച കൽമത്ത എഴുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഈ പിക്ചറിൽ നിന്നും വ്യക്തമാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ആ ഫോട്ടോ അല്ല, ആ ഒരു ഫ്ലെക്സ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും നേരെ പുതിയ പള്ളിയുടെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇനിയുള്ളത് ഇപ്പോൾ ഒരു റൗണ്ട് പറവൂർ സിറ്റി ഒന്ന് റൗണ്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത റൗണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ട് പറവൂരത്തെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഏരിയ ഇനിയും നമ്മൾ കയറാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വഴിയിലൂടെ വന്ന് സെൻറ്ററിലേക്ക് കയറിയിട്ടുള്ളൂ. ഇനി അടുത്ത വഴിയിലൂടെ ഏകദേശം വരാപ്പുഴ അടുത്ത് വരെയുള്ള ഭാഗം ഒരു 3 റൗണ്ടാക്കി ഞാൻ കണക്കാക്കിയിട്ട് സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണണം, അല്ലാതെ ഓരോ പാർട്ടായിട്ട് കണ്ടുപോകാൻ നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കും ആ ഒരു അനുഭവം ഉണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചൂണ്ടിക്കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. നമ്മൾ വന്നു, ഒരു റൗണ്ട് അടിച്ചു. ഇനി ഞാൻ കൊടുങ്ങല്ലൂർക്ക് തിരിച്ച് പോകുന്നത് വീണ്ടും ഞാൻ വന്ന വഴിയല്ല, നേരെ തിരിച്ച് അണ്ടിപ്പള്ളിക്കാവ് വഴി നമ്മുടെ സിനിമാ നടൻ സലീം കുമാറിൻ്റെ ഒക്കെ വീട് വഴി ഒക്കെയാണ് ഞാൻ പോകുക. ആ റൂട്ട് കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. അടുത്ത തവണ വരുമ്പോൾ മാലിയങ്കര വഴി വന്നിട്ട് ഇതിൻ്റെ സെക്കൻഡായിട്ടുള്ള ഒരു റൗണ്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. ആ റൗണ്ട് കറങ്ങുമ്പോൾ ഈ സുറിയാനിപ്പള്ളി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.